ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എടപ്പാളിലാണ്. കോവിഡിന്റെ സെക്കൻഡ് ലോക്ക്ഡൌൺ ഫേസിൽ ഒരു വെഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോ ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇവരുടെ മെനു നോക്കിയപ്പോ ശരിക്കും വണ്ടടിച്ചു പോയി. കാരണം ഈ ഒരു സ്പോട്ടിൽ നല്ല ടെംപ്റ്റിംഗ് സ്റ്റേക്സും അതേപോലെ കബാബ്സും ഒക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രിൽ സ്പോട്ടാണെന്ന് അറിഞ്ഞേയില്ല. പിന്നെ വെഡിങ് ഫംഗ്ഷൻ കഴിഞ്ഞു വരുന്നത് കൊണ്ട് ഒന്നും കഴിക്കാനും പറ്റിയില്ല. അപ്പൊ അന്ന് തൊട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ദ ചാക്കോൾ ബേയിലാണ് നമ്മൾ ഇന്നുള്ളത്. പിന്നെ അന്ന് കണ്ടതിനേക്കാളും കുറച്ച് ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഫീൽ ചെയ്തത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അധികം റെസ്റ്റോറന്റുകളിൽ കാണാത്ത ഒരു ഹ്യൂജ് സ്പേഷ്യസ് കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ ഷോപ്പിന്റെ മുമ്പിലും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു ക്യൂട്ട് കോംഫി ആൻഡ് കോസി ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ്. ചുറ്റും നല്ല ഗ്രീനറിയും അതേപോലെ നല്ല അട്രാക്റ്റീവ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് നല്ല കാറ്റും മഴക്കുള്ള സമയത്ത് ഇവിടെ നിന്ന് കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ ചൂടിൽ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു എൽ ഷേപ്പിലുള്ള ഒരു കോമൺ ഡൈനിങ് സ്പേസ് ആണ് കണ്ടത്. വളരെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു മെയിൻ റിസപ്ഷൻ ഏരിയയും വരുന്നുണ്ട്, ഒരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഇവിടെയും നല്ല ഓപ്പൺ ഗ്ലാസ് പെയിൻസ് ഉള്ളത് കൊണ്ട് പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഡൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പൊ റെസ്റ്റോറന്റ് മാനേജർ മുഹമ്മദ് ക മുകളിൽ എ സി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും അവിടെയും കൂടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ്. കാരണം അന്ന് ഇവിടെ ഓപ്പൺ ഏരിയ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ചേഞ്ചസ് വരുത്തി നല്ലൊരു ക്ലോസ്ഡ് എയർ കണ്ടീഷൻ സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ താഴ്ത്തു വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ തന്നെ ഇവർ പാർട്ടി അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുക്കും എന്നാണ് ഇവർ പറഞ്ഞത് പ്രയർ ബുക്കിംഗിനനുസരിച്ച്. പിന്നെ ഇവിടെ കിഡ്സിനുള്ള സീറ്റ്സും ബേബി ക്രാഡിൽസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഗ്രൂപ്പ് സീറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് മൂവബിൾ പാർട്ടീഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരൊക്കെ ആയിട്ട് സുഖമായിട്ടിരുന്ന് കഴിച്ച് ആസ്വദിക്കാം. ശരിക്കും നല്ലൊരു പെർഫെക്റ്റ് ഫാമിലി ഡൈനിങ് ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മെനു കണ്ടപ്പോൾ അതിലും ചെറിയ വ്യത്യാസമുണ്ടെന്ന് തോന്നി. കാരണം അന്ന് കണ്ടപ്പോ നല്ല കളർഫുൾ പിക്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മെനു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴത്തെ മെനു നല്ല കോമ്പാക്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോഴും ഇവരുടെ ഒരുവിധ എല്ലാ കാറ്റഗറീസും ഉണ്ട്. അതിൽ ഇവരുടെ സ്പെഷ്യൽ ഗ്രിൽഡ് ഐറ്റംസ് ആണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. അതുകൂടാതെ ഇവർക്ക് നല്ല ബെവറേജസും ഡെസേർട്സും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് ഐറ്റംസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോഴത്തേക്കും ഓരോന്നായി വന്നു തുടങ്ങി. ആദ്യം ഒരു നല്ല സ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റിബ്സ് ആണെന്ന് തോന്നുന്നു. അതിന്റെ കൂടെ നല്ല അട്രാക്റ്റീവ് ഡിപ്സും വരുന്നുണ്ട്. എല്ലാത്തിലും നല്ല ക്വാണ്ടിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല ടെംപ്റ്റിംഗ് പ്രസന്റേഷനുമാണ്. ഇനി ഇത് ടേസ്റ്റും കൂടി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ റീസെന്റ് ഇൻട്രൊഡ്യൂസ് സ്മോക്കി പെപ്പർ ചോപ്സിൽ നിന്നും തുടങ്ങാം. ഇതിൽ ബീഫ് ചോപ്സിന്റെ കൂടെ പീറ്റ ബ്രെഡ് വരുന്നുണ്ട്, ഫ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഓപ്ഷൻ ആയിട്ട് ഇതിന്റെ കൂടെ മാരിനേറ്റഡ് ഗ്രീൻ വെജീസും വരുന്നുണ്ട്. ഈ ഒരു റേറ്റിന് നല്ല പെർഫെക്റ്റ് ബീഫ് ചോപ്സ് ആണ്. അതായത് അത്യാവശ്യത്തിന് മീറ്റ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വലിയൊരു എല്ലും കുറച്ച് മീറ്റുമാണ് കിട്ടാറ്. പിന്നെ ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് ഇവരുടെ 3 സൈഡ് ഡിഷസ് അല്ലെങ്കിൽ ഡിപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ബീഫ് പോർഷൻ ആ ബോണിൽ നിന്നും എടുക്കാം. പുറത്ത് കുറച്ച് ഹാർഡ് ഗ്രിൽ ടെക്സ്ചർ ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് മീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിലുള്ള ആ പീറ്റ ബ്രെഡും ബീഫ് ചോപ്സും കൂട്ടി ആ മയണൈസിൽ മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ബീഫ് ചോപ്സ് മോനെ, ഒരു രക്ഷയില്ല. അതായത് നല്ല ബ്ലാക്ക് പെപ്പർ ഒക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ്ലി ഗ്രിൽഡ് ബീഫ് ചോപ്സ്. നല്ല സോഫ്റ്റ് എതളായിട്ടുള്ള ബീഫാണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഹെൽത്തി കണ്ടന്റ് ആയിട്ട് വരുന്ന ഗ്രീൻ സാലഡ് ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൽ ലെറ്റ്യൂസ് വരുന്നുണ്ട്, കുക്കുംബർ വരുന്നുണ്ട്, റാഡിഷ് വരുന്നുണ്ട്. ആഹാ, ഒരു ഹണി ചില്ലി മസ്റ്റർഡിന്റെ ഗാർണിഷിംഗ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കിഡിലൻ സാലഡ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അത് ഇവരുടെ റെഡ് ചട്നിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ്. ശരിക്കും നല്ല ബ്രാൻഡഡ് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കണ്ടപ്പോ വളരെ ടെംപ്റ്റിംഗ് ആയി തോന്നി. അപ്പൊ അത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വിചാരിച്ചതുപോലെ നല്ല സ്പൈസി അനിയൻ സാലഡ് ആണ്. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ഈ ഗ്രിൽ ഐറ്റംസിന്റെ കൂടെ. പിന്നെ വന്നത് ഈ ഒരു കബാബ് പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റം ആണ്. നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സ്റ്റേക്ക് പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കബാബും വന്നിട്ടുണ്ട്. എല്ലാം നല്ല വെൽ പ്രസന്റഡ് ഡിഷസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഡോൾമ കബാബ്.
തുർക്കിഷ് വാക്കാണ്. അതിന്റെ അർത്ഥം വരുന്നത് സ്റ്റഫ്ഡ് കബാബ് എന്നാണ്. നമുക്ക് ഇതിന്റെ കൂടെയുള്ള സോസിൽ ഡിപ്പ് ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ജ്യൂസി ബീഫ് കബാബാണ്. ശരിക്കും മെൽറ്റ് ചെയ്ത് പോയി, അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. ഇവിടെ ഇവർ റുമാലി റൊട്ടിയിലാണ് സ്റ്റഫ് ചെയ്തിട്ടുള്ളത്. തുർക്കിയിലൊക്കെ എഡിബിൾ ലീവ്സിലോ അല്ലെങ്കിൽ വെജിറ്റബിൾസിലാണ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ഇതാണ് ഇവരുടെ ഓബർജീൻ ബീഫ് കബാബ്. ഒരു അദാന സ്റ്റൈലിലുള്ള കബാബ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ ഹെൽത്തി കണ്ടന്റ് ആയിട്ട് ഗ്രിൽഡ് ഓബർജീൻ അല്ലെങ്കിൽ ബ്രിഞ്ചോൾ അല്ലെങ്കിൽ എഗ് പ്ലാന്റും വെച്ചിട്ടുണ്ട്. ക്ലോസ് ആയി നോക്കുമ്പോൾ ഇതിൽ നല്ല ഹെർബ്സ് ആൻഡ് സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പൊ നമുക്ക് കബാബിന്റെ ഒരു ചെറിയ പീസും ഇവരുടെ ഗ്രിൽഡ് ഓബർജീനും ആ മയണൈസിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി, നല്ല ജ്യൂസി അദാന കബാബിന്റെ കൂടെ ഗ്രിൽഡ് ഓബർജീനും കൂടി ആയപ്പോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വന്നത് ഇവർ സജസ്റ്റ് ചെയ്ത 2 ടെംപ്റ്റിംഗ് റൈസ് ഡിഷസ് ആണ്. ഇത് കണ്ടപ്പോ തന്നെ വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ട്. അതിന്റെ കൂടെ സാൽസ ഡിപ്പും വരുന്നുണ്ട്. തൊട്ട് പിന്നാലെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു പ്ലാറ്റർ എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാ ഡിഷസിലും ആ ക്വാണ്ടിറ്റി ശരിക്കും ആ റേറ്റിന് വെർത്തായിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അറബിക് ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 ഡിഫറെന്റ് സൈഡ് ഡിഷസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വന്ന ഇവരുടെ ലെമൺ ബട്ടർ ഫിഷ് സ്റ്റേക്ക് ഒന്ന് കഴിച്ചു നോക്കാം. 250 ഗ്രാമിന്റെ ബാസ ഗ്രിൽഡ് ഫിഷ് ആണ് ഇവരെല്ലാവർക്കും കൊടുക്കുന്നത്. മിക്ക സ്ഥലത്തും ഫിഷ് സ്റ്റേക്ക് ആയി കൊടുക്കുന്നത് ബാസ തന്നെയാണ്. പിന്നെ അതിന്റെ മേക്കിംഗ് അല്ലെങ്കിൽ ഫ്ലേവറിലാവും അതിന്റെ വ്യത്യാസം ഉണ്ടാവുക. ഫിഷ് സ്റ്റേക്ക് ആയതുകൊണ്ട് ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയൊരു പീസ് സ്റ്റേക്ക് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ലെമൺ ആൻഡ് ബട്ടർ കൊണ്ട് മാരിനേറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ഗ്രിൽഡ് ഫിഷ് സ്റ്റേക്ക് ആണ്. എനിക്ക് ബാസ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബാസ ഫിഷ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അധികം സ്പൈസി അല്ലാത്തത് കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് ഫിഷ് സ്റ്റേക്ക് ഇതിലുള്ള പീറ്റ ബ്രെഡും കൂട്ടി ആ റെഡ് ചട്നിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏകദേശം നമ്മൾ കപ്പ അല്ലെങ്കിൽ കൊള്ളിയൊക്കെ കൂട്ടി കഴിക്കുന്ന ചമ്മന്തി പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ഇവരുടെ 4 കോൾഡ് ബെവറേജസ് ആണ് ഓർഡർ ചെയ്തത്. ഇവരുടെ സർവീസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇദ്ദേഹമാണ് മിസ്റ്റർ അക്ഷയ് കുമാർ, ഇവിടുത്തെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് സുഖമില്ലാഞ്ഞിട്ടും വളരെ പ്ലീസിംഗ് സ്മൈലോട് കൂടിയാണ് നമുക്ക് സെർവ് ചെയ്തത്. അപ്പൊ ഇത്രയും കഴിച്ച് ദാഹിച്ചപ്പോ ആദ്യം ട്രൈ ചെയ്തത് ഇവരുടെ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ആണ്. നമുക്ക് അതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ് ആണ്. അതായത് ഗ്രേപ്പിന്റെ ആ പൾപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇവരുടെ ഡൈനിങ് കസ്റ്റമേഴ്സിന് ഇവരുടെ സൈഡ് ഡിഷസ് ഇവർ റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇവരുടെ മഷ്റൂം ഗ്ലേസ് ചിക്കൻ സ്റ്റേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ആ പേരിൽ പറയുന്നത് പോലെ നല്ലൊരു ഗ്ലേസ്ഡ് മഷ്റൂം സോസ് ആണ്. അതിന്റെ കൂടെ ഫ്രൈസും ഉണ്ട്, പീത്ത ബ്രെഡും ഉണ്ട്. ചിക്കൻ സ്റ്റേക്കിന്റെ കൂടെ നൈഫ് കാണാണ്ടായപ്പോ എനിക്ക് തോന്നി ഇവർ അതിനുള്ള പരിഹാരം കണ്ടിട്ടുണ്ടാവുമെന്ന്. അതായത് ഒരു ലാർജ് ബ്രസ്റ്റ് പീസ് സ്ലൈസസ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, ആ ഗ്ലേസ് സോസ് കാരണം ഒരു വേറിട്ട ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ സ്റ്റേക്കിന്. പിന്നെ ഇതിലുള്ള ചിക്കൻ പീസ് ആയാലും നല്ല മീഡിയം സോഫ്റ്റ് പീസസ് ആയിരുന്നു. ചിക്കൻ ലവർ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ആ ഗ്ലേസ്ഡ് മഷ്റൂം സോസ് തന്നെയാണ് ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് ഇത് കഴിച്ചുകൊണ്ടേയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു ചിക്കൻ ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ഐറ്റം ആണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഗ്രീൻ ആപ്പിൾ മൊഹിത്തോ ആണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. മൊഹിത്തോസ് ഏത് ഫ്ലേവർ ആയാലും എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ്. നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ചിൽഡ് മൊഹിത്തോ ആയിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തതാണ് ഇവരുടെ സ്മോക്കി റൈസ് വിത്ത് ഗ്രിൽ പെപ്പർ ചിക്കൻ. ഒരു ക്വാർട്ടർ പോർഷൻ ആണ് ഈ കാണുന്നത്. നല്ല സൈസ് ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലപോലെ പെപ്പർ മാരിനേഷനും കാണാം. പിന്നെ ഒരാൾക്ക് ആവശ്യമുള്ള അത്രയ്ക്കും റൈസ് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിലുള്ള ചിക്കൻ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ്ലി ഗ്രിൽ ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് ആ സ്മോക്ഡ് റൈസ് എടുത്ത് ഈ ചിക്കന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. സ്മോക്ഡ് റൈസ് ആയതുകൊണ്ട് ഇതിൽ കുറച്ച് ബോയിൽഡ് വെജീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പലരും വിചാരിക്കുന്നത് പോലെ മന്തി റൈസ് അല്ല, ഒരു ഫ്ലേവേർഡ് റൈസ് ആണ്. അപ്പൊ മന്തി റൈസ് ആയാലും ഫ്ലേവേർഡ് റൈസ് ആയാലും സാൽസ ഡിപ്പും മയണൈസും മസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് സാൽസ ഡിപ്പും കുറച്ച് മയണൈസും ഇതിലേക്ക് എടുത്തിടാം. പിന്നെ ഇതിൽ നിന്നും ചെറിയൊരു ചിക്കൻ പീസ് എടുത്ത് ഇതിലേക്ക് ഇടാം. അങ്ങനെ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിഡിലൻ ഫ്ലേവേർഡ് റൈസ് ആണ്. അതായത് നല്ല ബോയിൽഡ് വെജീസിന്റെ കൂടെ ഗ്രിൽഡ് പെപ്പർ ചിക്കനും കൂടെ ആയപ്പോ നല്ല കിഡിലൻ കോമ്പിനേഷൻ. ഇവരുടെ തവൂക്ക് മന്തി കണ്ടപ്പോ വളരെ സന്തോഷമായി. കാരണം ഞാൻ മനസ്സിൽ കണ്ടത് ഇവർ മാനത്ത് കണ്ട പോലെ തോന്നി. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ മന്തിയുടെ കൂടെ കൊടുക്കുന്നത് ഹണി ചില്ലി അൽഫാമിന്റെ ക്വാർട്ടർ പോർഷൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ആണ്. മന്തി റൈസ് വിളമ്പുമ്പോ ഒരു സ്പെഷ്യൽ അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ സാൽസ ഡിപ്പും ഇവരുടെ മയണൈസ്
മയണൈസും കൂട്ടി ഇവരുടെ ഈ ടെംപ്റ്റിംഗ് ഹണി ചില്ലി അൽഫാമിന്റെ ഒരു ചെറിയ പീസും എടുത്ത് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നല്ല കൊഷിയോട് കൂടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി മന്തി മോനെ. നെഹദിക്ക് ശേഷം ഇത്രയും നല്ല ഹണി ചില്ലി അൽഫാം കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് മുഴുവൻ കഴിച്ചിട്ട് തന്നെ കാര്യം, ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ മന്തി ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ പാഷൻ ഫ്രൂട്ട് മൊയ്ത്തോ ആണ്. ഇതും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ഇതൊരു സിപ്പ് എടുത്ത് നോക്കാം. നല്ല റിയൽ പാഷൻ ഫ്രൂട്ട് മോക്ടെയിൽ പോലെ ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ യമണ്ടൻ ചാർക്കോൾ ബേ മിക്സഡ് പ്ലാറ്റർ ആണ്. അപ്പൊ ഇതിൽ ഒരു ടിക്ക പ്ലാറ്റർ വരുന്നുണ്ട്, ഇവരുടെ സെലക്ടീവ് അൽഫഹാം പ്ലാറ്റർ വരുന്നുണ്ട്, പിന്നെ 4 കുബൂസും വരുന്നുണ്ട്, പിന്നെ ഇവരുടെ കോംപ്ലിമെന്ററി ഡിപ്സും ഉണ്ട്. ശരിക്കും ഈ ഒരു റേറ്റിന് 3-4 പേർക്കുള്ള ഒരു പൈസ വസൂൽ പ്ലാറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 2 പേരൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ ചാർക്കോൾ ബേ മിക്സഡ് ടിക്ക പ്ലാറ്റർ മാത്രം ഓർഡർ ചെയ്താൽ മതിയാവും. ഇവരുടെ മിക്സഡ് പ്ലാറ്ററിൽ ഇവരുടെ ടിക്ക പ്ലാറ്റർ കൂടാതെ 3 സെലക്റ്റീവ് ഫ്ലേവേഴ്സിലുള്ള ക്വാർട്ടർ പോർഷൻ അൽഫഹാംസ് വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണ് നമുക്ക് വഴിയെ കാണാം. ആദ്യം നമുക്ക് ഈ മിക്സഡ് ടിക്ക പ്ലാറ്ററിലുള്ള ഫ്ലേവേഴ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഗ്ലേസ് ഉള്ള പീസിൽ നിന്നും തുടങ്ങാം. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല സ്വീറ്റ് ടെരിയാക്കി ഫ്ലേവറിലുള്ള ടിക്കയാണ്. ഇതിന്റെ കൂടെയും ഹെൽത്തി കണ്ടന്റ് ആയിട്ട് ആ നാച്ചുറൽ വാല്യൂ പോവാത്ത രീതിയിൽ ഗ്രിൽ ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്. നല്ല സെമി ഗ്രിൽഡ് ഫ്രഷ് പൈനാപ്പിൾ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ എന്താണെന്ന് നോക്കാം. ഇതും ഒരു ചെറിയ സോസി മാരിനേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു ചെറിയ ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം. നല്ല ബാർബിക്യൂ സോസിന്റെ മാരിനേഷനിൽ ഗ്രിൽ ചെയ്തെടുത്ത ടിക്ക പീസാണ്. അടുത്ത ടിക്കയിൽ ഒരു പച്ച കളർ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഇവരുടെ ഗ്രീൻ ചില്ലി മാരിനേഷനോട് കൂടി ഗ്രിൽ ചെയ്തെന്ന് തോന്നുന്നു. ഓ, ഒരു കിഡിലൻ സ്പൈസി കാന്താരി മുളകിന്റെ ഫ്ലേവറിലുള്ള ടിക്കയാണ്. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഭയങ്കര എരിവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ 4ാമത്തെ ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു മലായി അല്ലെങ്കിൽ അഫ്ഗാനി ഫ്ലേവർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. നല്ല പെർഫെക്റ്റ് ജ്യൂസി അഫ്ഗാനി ഫ്ലേവറിലുള്ള ടിക്കയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ്. ആദ്യത്തെ 2 ഫ്ലേവേഴ്സ് പോലെ സ്പൈസി അല്ലാത്തൊരു ഫ്ലേവറാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ. ഇനി നമുക്ക് ഇതിലുള്ള ഫൈനൽ ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് കുറച്ച് സ്പൈസി ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് ഇവരുടെ അധികം സ്പൈസി അല്ലാത്ത ബ്ലാക്ക് പെപ്പർ ഫ്ലേവറിലുള്ള ടിക്കയാണ്. അപ്പൊ ഇതിലുള്ള 5 ഫ്ലേവേഴ്സും നല്ല കിഡിലൻ വെറൈറ്റി ഫ്ലേവേഴ്സ് ആണ്. ഓരോ ഫ്ലേവറിലും 5 ബോൺലെസ് ടിക്ക പീസസ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ദാഹിച്ചപ്പോ ട്രൈ ചെയ്തത് ഇവരുടെ സ്ട്രോബെറി മൊയ്ത്തോ ആണ്. ഇതും നല്ല റിയൽ ഫ്ലേവറിലുള്ള തേഴ്സ്റ്റ് ക്വെൻച്ചിങ് ചിൽഡ് മൊയ്ത്തോ ആയിരുന്നു. ഇനി ഇതിലുള്ള ഗ്രിൽ ചിക്കന്റെ പ്ലാറ്ററിലേക്ക് വരാം. ഇതിൽ ഇവരുടെ 3 സിഗ്നേച്ചർ ഫ്ലേവേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ റെഡ് മാരിനേഷനോട് കൂടിയുള്ളതാണ് ഇവരുടെ റോസോ ബേ ചിക്കൻ. ഇവിടുന്ന് മുമ്പ് കഴിച്ചിട്ടുള്ളവർക്കും അതേപോലെ ഇത് കാണുന്നവർക്കും ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിലെന്താണെന്ന്. നമുക്ക് എന്തായാലും ഇതിൽ നിന്നും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ഇത് ഇവരുടെ നല്ല സ്പൈസി റെഡ് ചില്ലി മാരിനേഷനോട് കൂടി ഗ്രിൽ ചെയ്ത ചിക്കനാണ്. എന്തായാലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസിനെസ് ആണ്. അടുത്തത് ഇവരുടെ മറ്റൊരു സിഗ്നേച്ചർ ഫ്ലേവറായ ബേസ് പെപ്പർ ചിക്കനാണ്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലെന്താണ് മേജർ ഫ്ലേവർ എന്ന്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചു നോക്കാം. ഇവര് ഉപയോഗിക്കുന്ന ചിക്കനൊക്കെ നല്ല ഫൈൻ ക്വാളിറ്റി ഫ്ലഷി ചിക്കനാണ്. പെപ്പർ ഫ്ലേവർ ആയതുകൊണ്ട് ഇവരുടെ സ്പൈസി ഓണിയൻ സാലഡിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല ബ്ലാക്ക് പെപ്പർ ആൻഡ് ഹെർബ്സിന്റെ ഫ്ലേവറിൽ മാരിനേറ്റ് ചെയ്ത് ഗ്രിൽ ചെയ്ത ചിക്കനാണ്. അടുത്തത് നമുക്ക് ഇവരുടെ 3ാമത്തെ സിഗ്നേച്ചർ ഫ്ലേവർ ഏതാണെന്ന് നോക്കാം. ഇതാണ് ഇവരുടെ ട്രിപ്പിൾ ഫയർ ചിക്കൻ. ആ പേരിൽ തന്നെ തീ പാറുന്നുണ്ട്. പിന്നെ ഇതിലുള്ള പച്ച മാരിനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലെന്താണെന്ന്. അപ്പൊ നമുക്ക് ഇതും ചെറിയൊരു പീസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓഫ്, ഇവരുടെ ഗ്രീൻ ചില്ലി ഒരു രക്ഷയില്ല. ആകെ കൂടി ഒരു പുകച്ചിലാണ്. ഇതിൽ ജിഞ്ചറും ഗാർലിക്കും ഉണ്ടായിട്ടും എരിവിന് ഒരു കുറവുമില്ല. അടുത്തത് എനിക്ക് അറബിക് ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗോൾഡ് മെസെ പ്ലാറ്റർ ആണ്. വളരെ ചുരുക്കം റെസ്റ്റോറന്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ അത് കണ്ടപ്പോ ഓർഡർ ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. ഇത് കൂട്ടി കഴിക്കാൻ 2 സെപ്പറേറ്റ് കുബൂസും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇവരുടെ ബാബ ഗണൂഷ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എഗ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രിഞ്ചോൾ ആണ്. നമുക്ക് ആ കുബൂസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. ഗൾഫ് കൺട്രീസിലൊക്കെ കിട്ടുന്ന ഒരു ഓത്തന്റിക് ടേസ്റ്റ് തന്നെയായിരുന്നു. അതായത് റോസ്റ്റഡ് ബ്രിഞ്ചോളും ടൊമാറ്റോയും കുക്കുംബറും അണിയനും എല്ലാം
എല്ലാം മിക്സിയിലിട്ട് അടിച്ച് തണുപ്പോട് കൂടി അനാറും ഒലിവ് ഓയിലും കൂടി ഗാർണിഷ് ചെയ്തൊരു ഐറ്റം പോലെയാണ് ഫീൽ ചെയ്തത്. അടുത്ത സൈഡ് ഡിഷ് മുത്തബല്ലായാലും ഇത് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഓത്തന്റിക് മുത്തബൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൽ ബ്രിഞ്ചോളുടെ കൂടെ തഹീനി, യോഗേർട്ട്, ഉപ്പ്, ലെമൺ ജ്യൂസ്, ഗാർലിക് ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് ക്രീമി ആണ്. പിന്നെ ഫൈനൽ ഐറ്റം ആണ് ഹുമൂസ്. ഇത് വെള്ളക്കടല അരച്ചിട്ടുള്ള ഒരു സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഓത്തന്റിക് ഹുമൂസ് ആയിരുന്നു. അപ്പൊ ഇവരുടെ കോൾ മെസ്സേ പ്ലാറ്റർ ഒരു സൂപ്പർ ഐറ്റം ആണ്. അങ്ങനെ ഫൈനൽ ഷോ സ്റ്റോപ്പർ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക കുനാഫയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവരുടെ സിഗ്നേച്ചർ ഉമ്മുവാലി. ഉമ്മുവാലിക്ക് പലയിടത്തും ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ ഉണ്ട്. കാരണം കുനാഫേനേക്കാളും കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ഡെസേർട്ട് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സ്വീറ്റ് ആൻഡ് സൂത്തിങ് ബ്രെഡ് പുഡിംഗ് പോലുള്ള ഡെസേർട്ട് ആണ്. ഇതിൽ പഫ് പേസ്ട്രി പീസസ് വരുന്നുണ്ട്, പലതരം നട്ട്സ് വരുന്നുണ്ട്, പിന്നെ റേസിൻസും ഫ്രഷ് ക്രീമും മിൽക്കും വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ ഗ്രിൽഡ് ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ സത്യത്തിൽ ഒന്നും തന്നെ കണ്ടില്ല. അതിപ്പോ ഇവരുടെ ആംബിയൻസ് ആയാലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയാലും സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും ഫുഡിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടേസ്റ്റ്, റേറ്റ് എല്ലാം വളരെ മികച്ചതായിരുന്നു. പിന്നെ ഫുഡിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടുത്തെ റെസ്റ്റോറന്റ് മാനേജറായ മുഹമ്മദ് ഖാനോടോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അക്ഷയ് കുമാറിനോടോ ചോദിച്ചാൽ മതി. ഇതിന്റെ തൊട്ടടുത്ത് ഇവരുടെ തന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പ് വരുന്നുണ്ട്. ഒരു പ്രീമിയം ചോക്ലേറ്റ് ഷോപ്പാണ്, ചോക്കോച്ചി എന്നാണ് പേര്. നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള പ്രീമിയം ചോക്ലേറ്റ്സ് ഇവരിവിടെ പലതരം ഒക്കേഷൻസിന് നല്ല വെറൈറ്റി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഇവരുടെ ചോക്ലേറ്റ് സാമ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെയുള്ളവർക്ക് നല്ല ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ഗിഫ്റ്റ് ചെയ്യാൻ എവിടെ പോകണമെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.